നമസ്കാരം. ഒരു രാഷ്ട്രീയക്കാരന് വേണ്ട ഏറ്റവും അടിസ്ഥാനപരമായ യോഗ്യത സഹിഷ്ണുതയാണ്. സമൂഹത്തിലെ വിവിധ തരത്തിലുള്ള മനുഷ്യരോട് ഇടപെടുമ്പോൾ അവൻ ഏറ്റവും എളിമയുള്ളവനായി മാറണം. അഹങ്കാരികളുണ്ടാവും, മദ്യപാനികളുണ്ടാവും, ക്രിമിനലുകളുണ്ടാവും, ഉയർന്ന പദവിയിലുള്ളവരുണ്ടാവും. അവരൊക്കെ പെരുമാറുമ്പോൾ ഒരു പൊതുപ്രവർത്തകൻ അവൻ്റെ വിനയം, എളിമ കാണിക്കണം. ആ വിനയത്തിൻ്റെയും എളിമയുടെയും ഏറ്റവും വലിയ മാതൃക ഉമ്മൻചാണ്ടിയായിരുന്നു. മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പോലും ഉമ്മൻചാണ്ടി വിനയവും എളിമയും വിട്ടുകളഞ്ഞില്ല. അതികഠിനമായ രോഷമുണ്ടാകുമ്പോൾ കഷ്ടം എന്ന ഒരു വാക്കിൽ ഒതുക്കുമായിരുന്നു ഉമ്മൻചാണ്ടി. മുഖ്യമന്ത്രി കസേരയിൽ കയറിയിരുന്ന ഭ്രാന്തനോട് പോലും ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരു നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. പ്രതിഷേധത്തിന്റെ ഭാഗമായി കല്ലെറിഞ്ഞ് നെറ്റിപൊട്ടിയപ്പോൾ അവരോടും ക്ഷമിച്ചു ഉമ്മൻചാണ്ടി. എളിമയുടെയും ലാളിത്യത്തിൻ്റെയും ഏറ്റവും വലിയ മാതൃകയാണ് ഉമ്മൻചാണ്ടിയെങ്കിൽ ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും താൻ പോരുമയുടെയും ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് പിണറായി വിജയൻ. താനാണ് സർവ്വതും, തൻ്റെ വാക്കാണ് ഏറ്റവും വലിയ സത്യം, ചുറ്റുമുള്ളവരൊക്കെ വെറും കീടങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന അധമനായ, നികൃഷ്ടനായ അഹങ്കാരിയാണ്, ധാർഷ്ട്യക്കാരനാണ് പിണറായി വിജയൻ. ധാർഷ്ട്യത്തിൻ്റെ 100 ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ ഒരിക്കലും പുറം ലോകത്തോട് കാണിക്കരുതാത്ത അങ്ങേയറ്റത്തെ അഹങ്കാരത്തിൻ്റെ പ്രതീകമായി പിണറായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും എന്നറിഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മുഖം ഒന്ന് പുട്ടിയിട്ട് മിനുക്കിയെടുക്കാൻ സൈബർ സഖാക്കൾ ശ്രമിച്ചത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഖജനാവിലെ 10-200 കോടി രൂപ മുടക്കിയാണ് ഈ കഴിഞ്ഞ കുറേ ആഴ്ചകളിൽ പബ്ലിസിറ്റി സ്റ്റണ്ട് നടത്തുന്നത്. പിണറായി മഹാനാണ്, നല്ലവനാണ്, ആരുടെയും ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരു പരാതിയുമില്ലാതെ ഉത്തരം പറയും എന്നൊക്കെ വരുത്തി തീർക്കാൻ ആദ്യം ആശ്രയിച്ചത് മഹാനടനായ മോഹൻലാലിനെയാണ്. മോഹൻലാലിനെ കൊണ്ട് സുഖിപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പിണറായിയുടെ വിശാല മനസ്കത നാട്ടുകാരെ കാണിക്കാൻ ശ്രമിച്ചു. പക്ഷെ ദൈവത്തിന് അത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് മാത്രമായിരുന്നു നമ്മുടെ മന്ത്രി വീണ ജോർജിന്റെ കഴുത്തുളുക്ക് നാടകം അന്ന് അരങ്ങേറിയത്. അതോടെ മോഹൻലാലിനെ വെച്ച് കോടികൾ മുടക്കിയുണ്ടാക്കിയ PR നാടകം ചീറ്റിപ്പോയി. അതുകൊണ്ട് തന്നെ വേണ്ടതുപോലെ മുഖത്ത് പുട്ടി വീണില്ല എന്ന് പിണറായിയുടെ പിണിയാളുകൾക്ക് തോന്നുന്നു. അങ്ങനെയാണ് സകല ചാനലുകൾക്കും പണം കൊടുത്ത് പിണറായിയെ വെളുപ്പിക്കുന്ന തരത്തിൽ അഭിമുഖമെടുക്കാൻ കരാറിൽ ഏർപ്പെടുന്നത്. പിണറായിക്ക് ഇഷ്ടപ്പെടാത്ത, ഉത്തരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല എന്ന നിശ്ചയമുണ്ട്. അങ്ങനെയുള്ളവർക്ക് മാത്രമേ അഭിമുഖം കൊടുക്കൂ. എന്നിട്ട് മീഡിയയിലെ പ്രമോദ് രാമൻ ചോദിക്കരുതാത്തൊരു ചോദ്യം ചോദിച്ചു. ആ ഇൻ്റർവ്യൂ കണ്ടവർക്കറിയാം. പ്രമോദ് രാമൻ ചോദിക്കുകയാണ്, അല്ല സഖാവേ, ഈ മതേതരത്വം വിളമ്പാൻ വേണ്ടി ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ എന്തിനാണ് യോഗി ആദിത്യനാഥിനെ വിളിച്ചതെന്ന്. ഈ ചോദ്യത്തിൽ പിണറായിയുടെ മുഖം കറുക്കാൻ തുടങ്ങി. പക്ഷെ ട്രെയിനിങ് നല്ല ശക്തമായിട്ടുണ്ട്. പരിസരത്തുള്ള ആളുകളൊക്കെ പിണറായിയോട് ശാന്തപ്പെടൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാവാം അദ്ദേഹം പറഞ്ഞു അങ്ങനെ വിളിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല എന്ന് പറഞ്ഞ് തലയൂരുകയാണ് ചെയ്തത്. പക്ഷെ എല്ലാവരും പിണറായിയെ സുഖിപ്പിച്ച് ചോദ്യം ചോദിച്ചു. ഇതിനിടയിൽ നമ്മുടെ സുജിത് ഭക്തനെ കൊണ്ട് ഒരു നാടകം അവതരിപ്പിക്കുന്നു. സുജിത് ഭക്തനോട് കടക്കൂ പുറത്ത് എന്നാണല്ലോ അങ്ങയെക്കുറിച്ചുള്ള ഒരു ഭാഷ്യം എന്ന് ചോദിച്ച് അങ്ങേര് പൊട്ടിച്ചിരിക്കുന്നു. അങ്ങനെയല്ല, കേറിവാടാ മക്കളെ എന്നാണ് എന്ന് വരുത്തി തീർത്ത് പിണറായി ഇമേജ് അങ്ങോട്ട് ഉയർത്തുകയാണ്. എന്നിട്ട് പിണറായിയെ കണ്ടുപടിക്ക് ധീരൻ, രക്തസാക്ഷി, മഹാൻ, മാങ്ങത്തുലി എന്ന് പറഞ്ഞ് സൈബർ ഇടത്തിൽ പ്രചരണം. അങ്ങനെ മുഖം അങ്ങോട്ട് പുട്ടിയിട്ട് അടിച്ചു മിനുക്കി വെച്ചെങ്കിലും മഴ പെയ്തപ്പോൾ പുട്ടി ഒലിച്ചുപോയി. നീലക്കുറുക്കൻ്റെ കഥ നമുക്കറിയാം. നീലപാത്രത്തിൽ വീണപ്പോൾ നീല നിറമായി. എല്ലാവരും ഭയന്ന് ആദരിച്ചു. അപ്പോൾ കൊള്ളാവല്ലോ എന്ന് കരുതിയിരുന്നു. പക്ഷേ നിലാവ് കണ്ടപ്പോൾ കൂവി. ഇത് തന്നെയാണ് പിണറായി. പിണറായിക്ക് കൂവാതിരിക്കാൻ കഴിയില്ല. ഇതിൻ്റെ ഒരു തുടക്കം ജോണി ലൂക്കോസുമായുള്ള അഭിമുഖത്തിൽ സംഭവിച്ചു. ചെറ്റ എന്ന് വിളിച്ചുകൊണ്ട് ജി സുധാകരനെ അധിക്ഷേപിച്ചതാണ്. ജി സുധാകരൻ ഇപ്പോഴാണ് 75 വയസ്സായത്. കഴിഞ്ഞ തവണ ജി സുധാകരൻ 75 വയസ്സായില്ല, 70 വയസ്സേ ഉള്ളൂ. എന്നിട്ടും സുധാകരന് സീറ്റ് നിഷേധിച്ചു. 80 വയസ്സായ പിണറായി വിജയൻ, എണീറ്റ് നടക്കാൻ വയ്യാത്ത പിണറായി വിജയൻ അധികാരത്തിൽ കടിച്ചു തൂങ്ങിക്കിടന്നിട്ടാണ് ജി സുധാകരൻ അധികാരമോഹം എന്ന് പറയുന്നത്. എത്താത്ത പദവികളൊന്നുമില്ല. പാർട്ടി സെക്രട്ടറി എന്ന ഉന്നതമായ പദവിയിലെത്തി. എന്നിട്ട് ജി സുധാകരൻ ഒന്ന് വിയോജിച്ചപ്പോൾ ചെറ്റ എന്ന് വിളിച്ച് അധിക്ഷേപിച്ചു. അതൊരു തുടക്കമായിരുന്നു. ആ തുടക്കമാണ് ഇന്നലെ പൂർത്തിയായത്. കോന്നിലെ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പിണറായി വിജയൻ പ്രസംഗിക്കുന്നു. ഒരു പ്രവർത്തകൻ ആവേശത്തോടുകൂടി സഖാവി ഒരു ചോദ്യമുണ്ടെന്ന് ചോദിക്കുന്നു. വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്നു. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ച കാര്യമാണ്, കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ ആവശ്യം വളരെ കൂടുതലാണ്. ഇതാണ് പിണറായി വിജയൻ. യഥാർത്ഥ മുഖം ഇതാണ്. താൻ പറയുന്നതൊക്കെ കേട്ട് എന്ത് വിഡ്ഢിത്തമാണെങ്കിലും അംഗീകരിച്ചങ്ങ് പോയാൽ മതി. ആരും ഒന്നും ചോദിക്കണ്ട. താൻ രാജാവായിരിക്കുന്നിടത്തോളം കാലം തനിക്ക് ആരുടെയും ചോദ്യത്തിന് ഉത്തരം പറയേണ്ട കാര്യമില്ല.
ഇപ്പോൾ ചോദ്യം ചോദിക്കുന്നതും അഭിമുഖം കൊടുക്കുന്നതുമൊക്കെ നാട്ടുകാരെ പറ്റിക്കാനാണ്. ആ പറ്റിക്കാനുള്ള തിരക്കഥയില്ലാതെ ഒരു ചോദ്യത്തിനും ഉത്തരം നൽകാൻ കഴിയില്ല. അത് വെട്ടി തുറന്നു പറയുകയായിരുന്നു പിണറായി വിജയൻ. വളരെ കഷ്ടപ്പെട്ട് നമ്മുടെ ഖജനാവിലെ കോടികൾ മുടക്കി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വെളുപ്പിച്ചെടുത്തതെല്ലാം ചീറ്റിപ്പോയിരിക്കുന്നു. അടിച്ചു വെച്ച പുട്ടിയെല്ലാം ഒലിച്ചു പോയിരിക്കുന്നു. പിണറായിയുടെ തനി നിറം ജനം ഒരിക്കൽ കൂടി ചർച്ചയാക്കുന്നു. നോക്കൂ, താൻ പ്രസംഗിച്ചപ്പോൾ മൈക്കിന്റെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ ആ മൈക്ക് വലിച്ചു പറിച്ചു പൊട്ടിച്ച ആളാണ് പിണറായി വിജയൻ. നമുക്കത് മറക്കാൻ കഴിയുമോ? അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മുടെ പിന്നീട് മറ്റൊരു പരിപാടിയിൽ മൈക്കിനൊരു മൂളിച്ച കേട്ടപ്പോൾ മൈക്കിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ട് മൈക്കിനെ പ്രതി ചേർത്ത രാജാവാണ് പിണറായി വിജയൻ. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയുടെ വളരെ പ്രധാന കാട്ടാക്കടയിൽ ഒരു പൊതുചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന പിണറായി വിജയന് തൻ്റെ പ്രസംഗത്തിനിടയിൽ നാമജപം കേട്ടപ്പോൾ അതൃപ്തി ഉണ്ടായി. തൊട്ടടുത്ത് നാമജപം ക്ഷേത്രത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. IB സതീഷും ശിവൻകുട്ടിയും ഒക്കെ നെഞ്ചത്തടിച്ചുകൊണ്ട് ഇറങ്ങി ഓടി ആ മൈക്ക് ഓഫ് ആക്കേണ്ടി വന്നു. പിണറായി പ്രസംഗിക്കുന്നത് ചെണ്ടക്കാർ അറിഞ്ഞില്ല, അവർ ചെണ്ട കൊട്ടി. എന്തായിരുന്നു അന്നത്തെ മേളം? സർക്കാർ ജീവനക്കാർക്ക് സാമൂഹ്യ സുരക്ഷ ഒരുക്കുക എന്നത് മാതൃക തൊഴിൽ ദാതാവ് എന്ന നിലയിൽ സർക്കാരിൻ്റെ കടമയാണ്. ഇപ്പോൾ എൻ്റെ സംസാരമല്ല നിങ്ങൾ കേൾക്കുക, ഈ ഡ്രമ്മിൻ്റെ മുട്ടലാണെന്നുള്ളത് കൊണ്ട് കുറച്ച് നേരം ഞാൻ നിർത്താം. ആ ഡ്രമ്മിൻ്റെ മുട്ടൽ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കും. ഇപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല എന്ന് മാത്രം, ഈ കാണിച്ചതിനെപ്പറ്റി. ഈ ഏറ്റവും ഒടുവിൽ സംഭവിച്ച ഒരു കാര്യമില്ലേ, ഒരു പാലം ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോൾ വലിയൊരു സഖാത്തി സെൽഫി എടുക്കാൻ വന്നതാ, ഓടിച്ചു വിട്ടു. എന്നിട്ട് ആ സഖാത്തിക്ക് തന്നെ ന്യായീകരിക്കേണ്ടി വന്നു. പിണറായി പങ്കെടുക്കുന്ന ചടങ്ങിൽ മറ്റാരും സംസാരിക്കുന്നത് കേൾക്കാനുള്ള ക്ഷമ പിണറായിക്കില്ല. അതിന് ഇരയായിട്ടുള്ളത് അവതാരകരാണ്. ഏതെങ്കിലും ഒരു പരിപാടിയിൽ അവതാരിക എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ പിണറായി പൊട്ടിത്തെറിക്കും. നന്ദി പിണറായി എന്ന് പറഞ്ഞൊരു അവതാരികയോടെ അമ്മാതിരി കമൻ്റ് ഒന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ സ്നേഹാഭിവാദം. താങ്ക് യു സാർ, വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന്. അല്ല, അമ്മാതിരി കമൻറ്റ് വേണ്ട കേട്ടോ. നിങ്ങൾ ആളെ വിളിച്ചാൽ മതി. ഇത്തരം എത്രയോ ധാർഷ്ട്യത്തിൻ്റെ ഉദാഹരണങ്ങൾ പിണറായി എന്ന ജനത്തിന് പുല്ലുവില കൊടുക്കുന്ന സ്വേച്ഛാധിപതിയായ ഭരണാധികാരിയുടേതായി നമ്മൾ കണ്ടതാണ്. അതൊന്നും മറച്ചു വയ്ക്കാൻ ഈ PR പുട്ടിയടിക്ക് സാധിക്കില്ല. നികൃഷ്ടജീവി, പരനാറി, ചെറ്റ, കുലം കുത്തി എന്നൊക്കെ വിളിച്ച് രാഷ്ട്രീയ എതിരാളികളെ അധിക്ഷേപിക്കുന്ന പിണറായിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയൂ. ഈ ധാർഷ്ട്യത്തിൻ്റെ ഭീകരമുഖമാണ് ഒരിക്കൽ കൂടി വെളിവായിരിക്കുന്നത്. പുട്ടി ഒലിച്ചു പോകുന്നത് തടയാൻ ന്യായീകരണ ക്യാപ്സ്യൂൾ ഇറക്കി അമൽരാജ് C സഹായിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? സഖാവ് പ്രസംഗിക്കുന്നതിനിടെ 2 തവണ വാക്കുകൾ ഇടറി, ചെറുതായി ഒന്ന് വിയർത്തു. ഒരുപാട് നേരം നിന്നതിൻ്റെ ആവണം. അത് കണ്ട് മുൻനിരയിലിരുന്ന ഒരു യുവാവ് സഖാവിനോട് കരുതലോടെ CM സാർ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. സഖാവ് കുഴപ്പമൊന്നുമില്ല സുഹൃത്തേ എന്ന് പറഞ്ഞു. വീണ്ടും കരുതലോടെ യുവാവ് CM എന്ന് വിളിച്ചു. തീർത്തും ഔദ്യോഗികമായി തന്നെ. ഒരു ചോദ്യം കൂടി ചോദിക്കാൻ അനുവാദം ചോദിക്കുന്നു. വെള്ളം വേണോ എന്നോ മറ്റോ ചോദിക്കാനാണെന്ന് തോന്നുന്നു. തൻ്റെ മേൽ സ്നേഹവാത്സ്യങ്ങൾ ചൊരിയുന്ന ആ ചെറുപ്പക്കാരനോട് സഖാവ് സ്നേഹം നിറഞ്ഞ ഉപദേശത്തോടെ വീട്ടിലുള്ളവരോടും ഇതുപോലെയൊക്കെ ചോദിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. ഭാഷാപ്രയോഗം കണ്ണൂർ ശൈലിയിലായതുകൊണ്ട് സഖാവിൻ്റെ ഉദ്ദേശം പലർക്കും വ്യക്തമായില്ല എന്ന് തോന്നി. സംഭവം നേരിട്ട് കണ്ട സുഹൃത്ത് പറഞ്ഞതിങ്ങനെ: വാക്കുകൾ കൊണ്ട് ജനങ്ങളെ ചേർത്ത് നിർത്തുകയല്ല, വാക്കുകൾ കൊണ്ട് വേനൽ ചൂടിലും ജനമനസ്സുകളിൽ പ്രതീക്ഷയുടെ, നന്മയുടെ, കരുതലിൻ്റെ കുളിർമഴ പെയ്യിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി. സഖാക്കൾക്ക് വേണമെങ്കിൽ ഈ ക്യാപ്സ്യൂൾ ആഘോഷമാക്കാം.